അതൊക്കെ വെറുതെ ഉള്ള റൂമേഴ്സാണ്. ഞങ്ങൾ ഉഭയകക്ഷി ചർച്ചകൾ എല്ലാ ഘടകകക്ഷികളുമായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ച തുടങ്ങിയിട്ടില്ല. അതെങ്കിലും ഞാൻ പറയാറുണ്ട് എപ്പോഴും, അതെങ്കിലും ഞങ്ങളെ കൊണ്ടൊന്ന് നടത്തിക്കും. ഇല്ലെന്ന്, അവിടെ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന്. ഞങ്ങൾ ഇന്നലെ UDF യോഗത്തിലാണ് ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ആണ് അതിന് മുൻകൈ എടുക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ച, കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ഘടകകക്ഷികളായിട്ടുള്ള ചർച്ച ഞങ്ങൾ ആരംഭിക്കുന്നില്ല. എൻ്റെ ഡേറ്റ് പോലും ഞങ്ങൾ ഇന്ന് നാളെയായിട്ട് ഫിക്സ് ചെയ്യുള്ളൂ. അല്ലല്ല, ഞങ്ങളതല്ലല്ലോ. അതൊക്കെ വളരെ കൃത്യമായിട്ട് സാധാരണ മറ്റുള്ളവരെ കൊണ്ടുവരുന്ന പോലെ തന്നെയാണ് അതെല്ലാം ചെയ്തത്. പിന്നെ ഓരോ വ്യക്തികൾ, ഞാനിനി വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. നമ്മൾ പറഞ്ഞല്ലോ അത് വേണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അല്ല, അദ്ദേഹം സൂക്ഷ്മത പാലിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞില്ല. അല്ലല്ല, നിങ്ങൾ അദ്ദേഹം പറയാത്തത് നിർബൻ ആഡ് ചെയ്യല്ലേ? അല്ലല്ല, അത് കറക്റ്റാണെന്നേ. മുതിർന്ന നേതാവാണ് അദ്ദേഹം, പരിചയസമ്പന്നനായ നേതാവാണ്. അദ്ദേഹത്തിന് ഉപദേശിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതൊരു ഉപദേശ രൂപേണ എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടാണ്. അദ്ദേഹം അത് അവരൊക്കെ പറയുന്നത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കാണും. അത് ക്ലോസ് ചെയ്ത ചാപ്റ്റർ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, മനസ്സുകൊണ്ട് താൻ ഇപ്പോഴും ഒരു സംഘപരിവാറുകാരനാണ്, RSSകാരനാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ UDF കൊണ്ടുവരാനുള്ള നമ്മളത് ക്ലിയർ ചെയ്തല്ലോ. വി മെയ്ഡ് ഇറ്റ് വെരി ക്ലിയർ. നോ മോർ ക്വസ്റ്റ്യൻസ്. അത് ക്ലിയർ ചെയ്തല്ലോ. വേറെ എന്തെങ്കിലും പറഞ്ഞു പരിഗണിച്ചത് പോലും തെറ്റല്ലേ? വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, നിരന്തരമായി സംസാരിച്ചിരുന്നു. ഞാൻ കോൾ റെക്കോർഡ് വരെ കാണിച്ചില്ലേ? ഞാൻ അതുകൊണ്ടല്ലേ ചോദിച്ചാൽ ഞങ്ങൾ തമ്മിൽ അതിർത്തി തർക്കമോ സ്ഥലക്കച്ചവടോ വല്ലതും ഉണ്ട്? എന്നെ സംസാരിക്കാനും, എന്നെ വന്ന് കണ്ടോൺമെന്റ് ഹൗസിൽ കാണാനും, രമേശ് ചെന്നിത്തല വീട്ടിൽ പോയി കാണാനും, അല്ലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലത്തെ ഒരു മുതിർന്ന നേതാവുമായിട്ടാണ് എന്നെ വന്ന് അദ്ദേഹം കണ്ട് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി സംസാരിച്ചതും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതും. മിനിങ്ങാന്നും ഇന്നലെ രാവിലെയൊക്കെ സംസാരിച്ച് ക്ലോസ് ചെയ്തേക്കും. അത് വിട്ട് ഞങ്ങൾ ആ വാതിലടച്ചു. ചെറിയൊരു പദവിയിലല്ലോ, അങ്ങ് അല്പം മുമ്പ് തന്നെ കരുണാകരന്റെ മുഖത്തൊക്കെ കുറിച്ച് പറയും. അങ്ങനെ ഒരു പദവിയിലിരിക്കുന്ന ഒരാള് ഇക്കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കാതെ അങ്ങ് പെട്ടെന്ന് പ്രസ്താവന നടത്താൻ പാടുണ്ടോ? കാരണം അതെ ഞങ്ങൾക്ക് അല്ലല്ല, UDF എങ്ങനെ ചെയ്യണമെന്ന് കൈരളിയുടെ ഉപദേശം ഞങ്ങൾക്ക് വേണ്ട. മനസ്സിലായില്ലേ? അതൊക്കെ ഞങ്ങൾ എല്ലാ നേതാക്കളും തമ്മിൽ എല്ലാ കാര്യങ്ങളും ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ അസോസിയേറ്റ് മെമ്പർ ആക്കിയതിന്റെ പേരിൽ അതിൽ നിന്ന് പിന്മാറി ഘടകകക്ഷി മെമ്പർ ആക്കുകയാണെങ്കിൽ ആക്കാതിരുന്നിട്ടാണ്. അത് ഞങ്ങൾ തയ്യാറല്ല. ഘടകകക്ഷിയാക്കണ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയിട്ട് അതിന്റെ സെക്കൻഡ് സ്റ്റെപ്പാണ്. മറ്റു രണ്ടുപേരും സമ്മതിച്ചല്ലോ, അത് പിന്മാറിയതാണ്. അത് ക്ലോസ് ചാപ്റ്ററാണ്. പ്രിയങ്ക ഗാന്ധി സ്പീക്കറുടെ സൽക്കാരത്തിൽ പങ്കെടുത്തത് ഗാന്ധിവാദത്തിന് ശേഷമുള്ള എന്താ? അപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഓണസദ്യയിൽ ഞാൻ പങ്കെടുത്തു. അതൊക്കെ മര്യാദയല്ലേ? പ്രധാനമന്ത്രി, സ്പീക്കറും മുഖ്യമന്ത്രിയൊക്കെ വിളിക്കുന്ന പരിപാടി. എനിക്ക് ഈ ക്രിസ്മസ് പരിപാടിക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് സുഖമില്ലാതായിരുന്നുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രി വിളിച്ച ഗവൺമെന്റിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത്, അത് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ ആരും പോകരുതല്ലോ. രാഷ്ട്രീയമായിട്ട് ഫൈറ്റല്ലേ? ഞാൻ ഓണസദ്യയിൽ പങ്കെടുത്തല്ലോ. ഓണം ഗവൺമെന്റും എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് വിമർശനം ഉണ്ടായി. ഞാൻ പോയതിന് അങ്ങനെ ഒരു മര്യാദയുടെ പുറത്ത് നമ്മൾ ചില സാധനങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ പോകണം. ബ്രിട്ടാസ് മറ്റേ പാലം